ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ മാറുമോ? അല്ലെങ്കിൽ ഡയബറ്റിസ് അപകടകാരിയാണോ എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ നസ്ല, CMO നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ മാനേജ് ചെയ്യാം, ഏത് സ്റ്റേജിലൊക്കെ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാം, എങ്ങനെയാണ് ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം, ടൈപ്പ് 1, ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, എന്ന് വെച്ചാൽ ഗർഭിണികളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഡയബറ്റീസിലെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് അത് പ്രായമാവുന്നതിനനുസരിച്ചൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്ന ഡയബറ്റീസ് ഉണ്ട്. ആ ഡയബറ്റീസിനെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ഉണ്ടാക്കാത്തൊരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. നമ്മുടെ ശരീരത്തിലെ ബീറ്റാ സെൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പാൻക്രിയാസിൻ്റെ അകത്താണ് നമ്മൾക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെൽസുകൾ ഉള്ളത്. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സെല്ലാണ് ബീറ്റാ സെൽ എന്ന് പറയുന്നത്. ബീറ്റാ സെൽ ഇല്ല എങ്കിൽ ഇൻസുലിൻ ഉണ്ടാവാത്ത അവസ്ഥയുണ്ടാവും. ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കതിനെ സെൻസിറ്റിവിറ്റി കൂട്ടാനും പ്രോപ്പറായിട്ട് ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്കതിനെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ എന്ന് വെച്ചാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്നത്. ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഇൻസുലിൻ ഉണ്ട്, പക്ഷേ ആ ഇൻസുലിന് പ്രോപ്പറായിട്ട് ആക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിലൂടെയും പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷനിലൂടെയും വർക്കൗട്ടിലൂടെയും ഒക്കെ ആയിട്ട് നമുക്കിതിനെ മാറ്റിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു 5 വർഷമാണ്. ഞാനെപ്പോഴും പറയുന്നതാണ് ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഡയബറ്റീസ് എന്ന് പറയുന്നത്. നമ്മൾക്കിത് അറിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ 5 വർഷം എന്ന് പറയുന്നത്, നമ്മൾ ഒരുപാട് കാലമായിട്ട് അത് ശ്രദ്ധിക്കാതിരുന്നിട്ടുള്ള, പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു 5 വർഷമല്ല. ഡയബറ്റീസിൻ്റെ സ്റ്റാർട്ടിങ്ങിനുള്ള ഒരു 5 വർഷം പ്രോപ്പറായിട്ട് നമ്മളിതിനെ മോഡിഫൈ ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഡയബറ്റീസ് എന്ന് പറയുന്ന ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന് നമ്മൾ ചെയ്യേണ്ടത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിക്കൊണ്ടുവരേണ്ട രീതിയിലുള്ള ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് പലപ്പോഴും ഇത്രയും ഡയബറ്റിക്സ് കണ്ടീഷൻ കൂടി വരാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ, ഇന്ത്യയിൽ നോക്കുന്ന സമയത്ത് കേരളത്തിൽ നല്ല രീതിയിൽ ഡയബറ്റീസ് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഹൈ പ്രിവാലൻസ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഗോവയാണ് ഇന്ത്യയിൽ, പിന്നെ പുതുച്ചേരിയാണ് വരുന്നത്, പിന്നെ മൂന്നാമത് വരുന്ന കേരളമാണ്. അപ്പോൾ നമ്മൾക്ക് ഇത്ര സാക്ഷരത ഉണ്ടായിട്ട് പോലും നമ്മൾക്ക് ഇതിനെ ഫുഡിനെ കുറിച്ചിട്ടുള്ളത് കൂടുതൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ഹെൽത്ത് ഏറ്റവും കൂടുതലും മാനേജ് ചെയ്യുന്ന ആളുകൾ പോലും, അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടർ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ചെയ്യുന്നത് പോലും കേരളത്തിലായിരുന്നിട്ട് പോലും ഏറ്റവും കൂടുതൽ പ്രിവാലൻസിൽ മൂന്നാമത്തെ സ്ഥാനമുള്ളതും കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ ഇത്രയും വരാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്, നമ്മുടെ മാറി വരുന്ന ജീവിതശൈലി തന്നെയാണ്. അപ്പോൾ ജീവിതശൈലിയിൽ പറയുവാണെങ്കിൽ നമ്മുടെ ഭക്ഷണ രീതി പറയാം. ഭക്ഷണ രീതി, അതുപോലെ തന്നെ ഒട്ടും വ്യായാമം ഇല്ലാത്ത പണ്ടുള്ള ആളുകളെയൊക്കെ, ഇപ്പോൾ എൻ്റെ പാരൻസിനെ പറയുവാണെങ്കിൽ സ്റ്റിൽ അവരൊക്കെ ഇപ്പോൾ പറമ്പിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ഈവൺ ഇപ്പോൾ എന്നെ നോക്കുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലായിട്ട്, നമ്മുടെ വർക്കൗട്ടുകൾ ഇല്ലാത്ത ആളുകളാണ് കൂടുതലുള്ളത്. അത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. കാരണം നമ്മൾക്ക് വർക്കൗട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ, കഴിക്കുന്ന ഭക്ഷണത്തിന് ഊർജ്ജമാക്കി മാറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ഭക്ഷണം കഴിച്ചാലും ആ ഭക്ഷണത്തിനെ ഊർജ്ജമാക്കി മാറ്റണം, എന്ന് വെച്ചാൽ ഷുഗറാക്കി മാറ്റുക, ഷുഗറിനെ ഊർജ്ജമാക്കി നമുക്ക് തരുന്നത്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുകയാണെങ്കിൽ ആ ചോറിനെ ഊർജ്ജമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇൻസുലിൻ വേണം. അപ്പം നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ അത് നടക്കുന്നില്ല എങ്കിൽ ആ ഒരു ഊർജ്ജം നമുക്ക് എന്ത് ചെയ്യും, ഷുഗറായിട്ട് അല്ലെങ്കിൽ ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കും. അത് ലിവറിലായിട്ട് കെട്ടിക്കിടന്നേക്കാം, അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും കെട്ടിക്കിടന്നേക്കാം. അത് നമുക്ക് കൊഴുപ്പായിട്ട് നമുക്ക് വെയിറ്റ് കൂടാൻ, അല്ലെങ്കിൽ ഫാറ്റി ലിവർ വരാൻ, ഡയബറ്റിസ് വരാൻ, PCOD പോലുള്ള കണ്ടീഷൻസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണ രീതി കഴിക്കുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ഭക്ഷണ രീതി ഞാൻ എപ്പോഴും പറയുന്നതാണ്, 80% നമ്മൾ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജമാണ്. പിന്നെയുള്ള 20%-ൽ 10-15% നമ്മൾ ഫാറ്റ് കഴിക്കും, അല്ലെങ്കിൽ പ്രോട്ടീൻ കഴിക്കും. ഒരു 5% മാത്രം നമ്മൾ ഫാറ്റ് കഴിക്കുക എന്നുള്ളത്. അപ്പോൾ 20%-ൻ്റെ ഉള്ളിലാണ് ഈ ഫാറ്റും പ്രോട്ടീനും കഴിക്കുന്നത്. പക്ഷെ നമുക്ക് വേണ്ട ഒരളവ് അത്രയല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അരിഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുക എന്നുള്ളത്. കാരണം അന്നജം നമുക്ക് 60% മതി. അപ്പോൾ അരിഭക്ഷണം നമ്മൾ കഴിക്കുന്ന 80%-ത്തിലത് 60%-ത്തിലേക്ക് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അത് എത്ര % കുറയ്ക്കുന്നോ അത്രയും മുമ്പ് സ്റ്റോർ ചെയ്ത് വെച്ച ഷുഗർ കുറയാനും നമ്മൾക്കുള്ള ഇൻസുലിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫാറ്റിൻ്റെ അളവ് കൂട്ടിക്കൊണ്ടുവരിക, ഹെൽത്തി ഫാറ്റ്, അതുപോലെ പ്രോട്ടീൻ്റെ അളവും കൂട്ടിക്കൊണ്ടുവരിക വേണ്ടത്. ഇതെല്ലാം നമ്മുടെ ഓരോ കോശങ്ങൾക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊന്നും കിട്ടിയില്ല എങ്കിലും പ്രോപ്പറായിട്ടുള്ള ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണമല്ലേ, വെളുത്ത അരി, അതിപ്പോൾ രാവിലത്തെ പുട്ട്, ദോശ അതൊക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ അളവ് കുറയ്ക്കുക.
അതുപോലെ തന്നെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ചോറിൻ്റെ അളവ് കുറയ്ക്കുക. രാത്രിയിൽ കഴിക്കുമ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാൻ നോക്കുക. എന്ന് വെച്ചാൽ അരിഭക്ഷണം മാറ്റിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അരിയാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ കുത്തരി കഴിക്കാൻ വേണ്ടിയിട്ടോ കറുത്ത അരി കഴിക്കാൻ വേണ്ടിയിട്ടോ നോക്കുക. അതല്ലെങ്കിൽ മില്ലറ്റ്സ് കഴിക്കുക, ചെറിയ ധാന്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റാണ്, പെട്ടെന്ന് ശരീരത്തിലെ ഗ്ലൂക്കോസ് കൂട്ടില്ല. ഗ്ലൈസിമിക് ഇൻഡെക്സും കുറവാണ്, അതുപോലെ തന്നെ ഗ്ലൈസിമിക് ലോഡും കുറയും. കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷുഗർ കൂട്ടാത്തൊരു കാര്യമാണ്. കോംപ്ലക്സ് ആയതുകൊണ്ട് പതുക്കെ പതുക്കെ മാത്രമാണ് അത് ഡൈജസ്റ്റ് ചെയ്യും, അതിൻ്റെ ഷുഗർ ലെവൽ കൂട്ടുള്ളൂ. പക്ഷേ അരിഭക്ഷണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാവും. അത് നമുക്ക് ഷുഗർ ഉള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യേണ്ട ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കേണ്ട ആളുകൾക്കൊക്കെ അത് കുറയ്ക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ഹെൽത്തി ഫാറ്റായിട്ട് കോഴിമുട്ട കഴിക്കുക. കോഴിമുട്ട ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നട്ട്സ് കഴിക്കുക എന്നുള്ളത്, ചിക്കൻ കഴിക്കുക, മീൻ കഴിക്കുക. അതുപോലെ തന്നെ പ്രോട്ടീനായിട്ട് നമുക്ക് ഈ ചിക്കനും മീനും പാല് കഴിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ, കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, സാലഡ്സ് ആഡ് ചെയ്യുക. ഇതൊക്കെ കഴിക്കുന്നതിലൂടെ തന്നെ നമുക്കൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽ അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയും, ഇങ്ങനെ കഴിക്കുന്നതിലൂടെ ഇത് നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത്, നമ്മൾ നടക്കുന്നത് ഒഴിവാക്കിയിട്ട് കുറച്ച് സ്പീഡിൽ നടക്കുന്നതോ അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുന്നതൊക്കെ അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുന്നതൊക്കെ ആകുമ്പോൾ നമ്മുടെ കലോറി കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ലെങ്കിൽ ചില ആളുകൾക്ക് നീന്താൻ പറയുന്നുണ്ട്, നമുക്ക് മുട്ടുവേദനയൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ശരീരവേദന ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാനും, അതുപോലെ തന്നെ മെഡിക്കേഷൻസ് ആവശ്യമുണ്ടാവും നമ്മൾക്ക് പലപ്പോഴും റിവേഴ്സ് ചെയ്യണമെങ്കിൽ. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഡയബറ്റീസ് ഉള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ അതൊരു കോംപ്ലിക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ചക്കുറവുണ്ടാവും, അത് റെറ്റിനോപ്പതി എന്ന് പറയും. അതുപോലെ ഞരമ്പുകളിലൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ന്യൂറോപ്പതി ഉണ്ടാവും, കാലിൽ ചെരുപ്പിട്ട് അറിയുന്നില്ല, മുറിവ് പറ്റി കഴിഞ്ഞാൽ അറിയുന്നില്ല, കാലിലേക്ക് തരിപ്പ് വരുക, തൊട്ട് കഴിഞ്ഞാൽ അറിയുന്നില്ല എന്നുള്ളത് ന്യൂറോളജി പ്രോബ്ലമാണ്. അതുപോലെ നെഫ്രോളജിക്കൽ പ്രോബ്ലം എന്ന് പറയുന്നത് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ടാകും, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് കുറഞ്ഞുകൊണ്ട് വരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ യൂറിനിൽ പത കാണുക, പ്രോട്ടീൻസ് പുറത്തേക്ക് പോകുക എന്നുള്ളത്, അതുപോലത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം അതൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷുഗറിന് മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഭക്ഷണ രീതി ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ നിന്ന് മാറ്റം വരുത്തി കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്